ഒരെണ്ണേ ഉള്ളോ? വിഷും വിഷും ഇത് ഇപ്പം കൊണ്ടുപോയി കഴിക്കാനുള്ളതാട്ടോ. നമ്മളിതാ ഈ ബൾബിൻ്റെ അടുത്ത് എത്തിയിട്ടോ. മാല ബൾബെന്ന് ഞങ്ങൾ പറയും, ഇലൂമിനേഷൻ ബൾബെന്നൊക്കെയാ പറ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ നിൽക്കുന്നത് പാർക്കിലോ ഒന്നുമല്ല, ഒരു വിശുദ്ധമായ തൊടുപുഴയുടെ പരിപാവനമായ ഒരു പുണ്യഭൂമിയിലാണ്. നമ്മുടെ തൊടുപുഴയുടെ സ്വന്തം മുതലക്കോടം പള്ളിയിലാണ്, സെൻറ്റ് ജോർജ് ചർച്ച് മുതലക്കോടം. അപ്പോൾ മുതലക്കോടത്ത് നമ്മുടെ ക്രിസ്മസിനോടനുബന്ധമായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ കാഴ്ചകളൊക്കെ വരുന്നേ ഉള്ളൂ, പുൽക്കൂടും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. നമ്മളപ്പം തൊടുപുഴ വരെ ഒന്ന് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പം പള്ളിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് കയറി, നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ കയറിയതാണ്. അപ്പോൾ അത് ഈ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്രിസ്മസിന് മുന്നോടിയായിട്ട് നമ്മുടെ പള്ളി അലങ്കരിച്ചിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. കണ്ടോ, ഒരു തിരി പാക്കറ്റിന് 10 രൂപ. പള്ളി അടച്ചു പോയിട്ടോ. അപ്പോൾ പള്ളിയിൽ തിരി വിൽക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, തിരി ഒരു പാക്കറ്റിന് 10 രൂപ. 20 രൂപ ഇട്ടാൽ നമുക്ക് 2 മെഴുകുതിരി എടുക്കാം, എന്നിട്ട് കത്തിക്കാം. ഇതാണ് നമ്മുടെ പള്ളിയുടെ, നമ്മുടെ മുതലക്കടം പള്ളിയുടെ കെട്ടിടങ്ങളൊക്കെ ഇതാണ് കേട്ടോ. പള്ളിയാണ് നമ്മുടെ ഈ സൈഡിൽ. പള്ളി നമ്മൾ ബാക്കി എടുക്കും. ഞങ്ങൾ പോയിട്ട് തിരിയൊക്കെ കത്തിക്കട്ടെ. അപ്പം നമ്മൾ ഒരു വഴി പോയതായിരുന്നു. അപ്പോൾ പോയപ്പോൾ പള്ളി അലങ്കരിച്ചിരിക്കുന്നത് കണ്ടപ്പം നമ്മൾ പള്ളിയിൽ കയറിയതാണ്. മുതലക്കടം പള്ളി ക്രിസ്മസിന് മുന്നോടിയായിട്ട് അലങ്കരിച്ചതാണേ. മുതലക്കടം പള്ളിയിൽ കൽക്കുരിശിൽ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ഭക്തജനങ്ങളൊക്കെ വരും. ഇവിടെ സമയവും കാലവും ഒന്നുമില്ല. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൽക്കുരിശ്. ചന്ദ്രക്കല അമ്പളിയമ്മാവൻ, നക്ഷത്രത്തിൻ്റെ അടുത്തൊരു അമ്പളിയമ്മാവൻ.
നമ്മളിതാ ഈ ബൾബിൻ്റെ അടുത്ത് എത്തിയിട്ടോ. മാല ബൾബെന്ന് ഞങ്ങൾ പറയും, ഇലൂമിനേഷൻ ബൾബെന്നൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നത്. ഇതിനാണെങ്കിൽ അടിപൊളി സെറ്റപ്പാട്ടോ. ഇതാ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ പള്ളിയിലാണെങ്കിലും നിറച്ച് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റാർസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ബ്രദേഴ്സ് ഹോട്ടലിൽ കയറി പട്ടയം കവലയിൽ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു. രാത്രിയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ വീട്ടിൽ വന്ന് പിന്നെ അത്താഴം ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം, ചേട്ടൻ ചോറുണ്ണത്തില്ല. ദിവസം ഒരു നേരം കഴിച്ചെങ്കിലായി, അതും ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അന്ന് ലേറ്റായിപ്പോയി നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും 10-10:30 ആകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോരുക ചെയ്തേ. അപ്പോൾ ബ്രദേഴ്സ് ഹോട്ടലിലെ ഫുഡിൻ്റെ കാര്യം വേറെ ലെവലാണ്. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തിരക്ക് അല്പം കുറവുണ്ടായിരുന്നു. അല്പം കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഉള്ളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അപ്പമാണ് വാങ്ങിയത്, ചേട്ടൻ പൊറോട്ട വാങ്ങി, എനിക്ക് ആൻസൂട്ടന് ഫ്രൈഡ് റൈസാണ് വാങ്ങിയത്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഞാൻ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ സത്യം പറഞ്ഞു, ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വർത്താനം പറഞ്ഞാൽ കഴിച്ചു എന്നല്ലാതെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ് കേട്ടോ. നമ്മൾ രാവിലത്തെ പണിയൊക്കെ ഏകദേശം തീർത്തു. വേണ്ട, അത് അതിൽ മഞ്ഞ പൂവുണ്ടാകുമ്പോൾ നല്ല ഭംഗിയല്ലേ. അത് വേനൽക്കാലത്ത് വെട്ടി ഉണങ്ങൂലേ. അതിൽ നമുക്ക് ഇലൂമിനേഷൻ ബൾബ് ഇടാം, അപ്പം നല്ല രസമായിരിക്കും. ഇപ്പം അതിൽ നമുക്ക് വേറെ വാങ്ങണം. 2 അങ്ങാണ്ട് ഞാനിപ്പോൾ കണ്ടുള്ളൂ. എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു, എന്തെന്നും അറിയില്ല. ഏതിലാ? റൊമേറിയത്തിലെ. ഇതേലും വയ്ക്കാം. നമ്മളങ്ങനെ ഇന്നലെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് കഴിച്ച് കിടന്ന് ഉറങ്ങി. കഴിച്ച വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മറന്നുപോയി കേട്ടോ. ഇതവിടെ ഒരാൾ കപ്പളങ്ങ പറിക്കാൻ പോണ പോക്ക. എന്താ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ട കപ്പളം. ഇതിന് ചില നാട്ടിൽ പറയണ വേറെ എന്തോന്നാ, ഓമയ്ക്ക. നമ്മുടെ നാട്ടിൽ കപ്പളം. ഒരെണ്ണേ ഉള്ളോ? മഞ്ഞാണ് കേട്ടോ. അയ്യോ എന്നാ രസമാ. ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും മഞ്ഞ വെളുത്തിരിക്കണ്. അടിപൊളി. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ എലമ്പിലാക്കാട്ട് ദേവി ക്ഷേത്രം നമ്മുടെ വീടിൻ്റെ തൊട്ട് കണ്ടോ. എന്നാലും പുതിയ പുതിയ ആളുകളാണ് ഓരോരോ വീഡിയോ കാണുന്നത്. ഓരോരുത്തർ പുതിയതായിട്ടല്ലേ സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാം കാണിക്കണം. ഇത് ഞാൻ നട്ടതാ, എൻ്റെ സ്വന്തം പൂച്ചെടിയാണ്. കണ്ടാ, പൂച്ചെടിയല്ല, കേശവർദ്ധിനി. 2 തൈ കഴിഞ്ഞ ദിവസം. കേശവർദ്ധിനിയുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനും ആൻസൂട്ടനും കൂടെ പോയി വന്നപ്പോൾ ഒരു വയലറ്റ് കളർ പൂ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ പൂവ് കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വെറുതെ വീഡിയോയിൽ കാണിച്ചു, കാട്ടുപൂക്കൾക്ക് എന്ത് ഭംഗിയെന്ന്. ആരോ കമൻ്റ് ഇട്ടത് കാട്ടുപൂ അല്ലാതാണ് കേശവർദ്ധിനി മുടി വളരാൻ അത്യുത്തമം എന്ന്. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സത്യമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അതിൻ്റെ ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വന്ന് നട്ടു. ഞാൻ വന്ന വഴിക്ക് 2 പേർക്കും അതിൽ നിന്ന് കുറച്ച് കൊടുത്തു നടാനായിട്ട്. അതിലൊരു ചേച്ചി നട്ട് നിറച്ചുണ്ടായിട്ടുണ്ട്. മറ്റേ ചേച്ചി നട്ടോന്ന് എനിക്കറിയത്തില്ല. 2-3 വീട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി എന്നോട് ചോദിച്ച് വാങ്ങിക്കുക ചെയ്തത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ 2 ചെടി നിൽക്കുക. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചത്. മറ്റേത് അവിടെ നിൽപ്പുണ്ടാകും നമ്മൾ. അത് വലുതായി. മറ്റേ കേശവർദ്ധന ഇതാണ് കേട്ടോ. ഒരാൾ കയറി നോക്കി നിൽക്കുന്നതുണ്ടോ. മറ്റേ കേശവർദ്ധന ഇത്. പിന്നെ അതേ നമ്മുടെ ബാസ്കിമോൻ. എൻ്റെ പൊന്നെ വാല് പാട്ടിക്കിട്ട് നിൽക്കുവാ ചെറുക്കൻ. എനിക്ക് വയ്യണേ വയ്യ. ആണോ? ആർക്കാ? അതെ ബാസ്കി നിന്നെ നോക്കണം. ഒന്ന് തൊട്ടിട്ട് പോലെ. എൻ്റെ പൊന്ന് മോഷ്, എൻ്റെ പൊന്ന് മോഷ്, എൻ്റെ പൊന്ന് മോഷ്. മോഷിനെ കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഞാൻ ആ ഈ വീട്ടിലൊക്കെ ഒരുപോലെയല്ല. എനിക്കൊരു മാറ്റമില്ലല്ലോ. നോ റെസ്ട്രിക്ഷൻസ്, നോ ലിമിറ്റേഷൻസ്. ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ട്രീ ഇരിക്കുന്നതാണ് കേട്ടോ. ഇത് പൊറോട്ട. ദാറ്റ് ഈസ് പൊറോട്ട. ചേട്ടൻ എല്ലാം എടുത്ത് വെച്ചോ? ഞാൻ എടുത്ത് വെച്ചില്ല.
കമോൺ ഗൈസ്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം കറിയാണ്. കുമ്പളങ്ങ ചേട്ടൻ്റെ ഫ്രണ്ട് തന്നതാണ്. അത് ഉണക്കമീൻ ഇട്ട് വെച്ചത്. സത്യത്തിൽ ഇതിനകത്ത് കിടന്ന് ഉണക്കമീനൊന്നും കാണാനില്ല ഗൈസ്. ഇതായത്. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ചിക്കൻ, ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ഫ്രൈഡ് റൈസ്, പിന്നെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട ബീഫ് കറി എടുത്തത് വൈകുന്നേരം തോന്നെടുക്കാൻ വെച്ചപ്പോൾ അതിൻ്റെ ഗ്രേവി. ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന അപ്പം. ഇതേ കഴിഞ്ഞ ദിവസം എടാ ഇവിടെ ഇതുണ്ടായിരുന്ന ഡാൻസ് ലൈറ്റാ. യെസ്. ഇത് കഴിഞ്ഞ ദിവസം പറിച്ച ഇതാണ്. അത് മുള്ളാത്ത ചേട്ടാ പഴുക്കാൻ വെച്ചേക്ക്. ഓറഞ്ച് മുള്ളാത്ത. എടാ എനിക്ക് 2 ഓറഞ്ച്. ചേട്ടാ 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 ഇതാ കഴ പോയിക്കുമ്പോ ചുമ്മാ തിന്നോണ്ടിരിക്കുക. ആ കൂടിനകത്തേക്കിടാ. അപ്പൊ പിന്നെ എന്തിനാ ചേട്ടൻ ഇങ്ങോട്ട് വന്ന ഒരു കാര്യമില്ല. ആ ഇത് ഓറഞ്ച്. അപ്പോൾ വേണോ? ഇത് ഇന്നലെ വാങ്ങിച്ചോണ്ടാ ബീഫ് ഫ്രൈ ആട്ടോ. ഇത് 2 കഷ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് കാണിക്കണോ നീ? ഇത് ആൻസൂട്ടൻ തിന്നോടും. ദാറ്റ് ഈസ് തീറ്റ. ഞാൻ കറി എടുക്കട്ടെ കേട്ടോ. എൻ്റെ ക്യാമറാമാനാണ് എൻ്റെ പുറകെ നടക്കുന്നത്. വലിയ വ്ളോഗർമാരുടെ പുറകെ ക്യാമറ പിടിച്ചുകൊണ്ട് അവരുടെ ക്യാമറാമാന്മാർ നടക്കും പോലെ എൻ്റെ ക്യാമറാമാനാണ് ഈ നടക്കുന്നത്. ഡിഷും ഇത് ഇപ്പം കൊണ്ടുപോയി കഴിക്കാനുള്ളതാട്ടോ. ഇതിനൊക്കെ ഒരു കൂട് കണ്ടുപിടിക്കണം. ചേച്ചിയുടെ വണ്ടി ആ വണ്ടിയുടെ പുക തീർന്നു കഴിഞ്ഞ ദിവസം കൊണ്ട് കൊണ്ടുപോയി നോക്കാതെ പോകുമ്പോൾ രാവിലെ കൊണ്ട് അത് പുക എടുക്കണം. അപ്പൊ എനിക്ക് പോകുമ്പോൾ ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റുള്ളൂ. കൂടിനകത്തൊക്കെ വെച്ചോണ്ട് പോകും. 2 വീലർ അവിടെ കൊണ്ട് വെച്ചിട്ട് വണ്ടി കൊണ്ട് പോകണം. അത് അവന് തിന്നാൻ വെച്ചാ മൂടി വെക്കാം. തിന്നാനാന്ന് പറഞ്ഞു മൂടാ. മൂടി വെക്കാം. അത് നീ ഒന്നും കട്ട് ചെയ്യണ്ടല്ലോ. ഫുള്ള് പിടിച്ചോളണം കേട്ടോടാ. ഇന്നലെ എനിക്കൊരു പകുതി സാധനം ഇല്ല എഡിറ്റ് ചെയ്യണം. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കി എഡിറ്റ് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ പക്ഷേ നമ്മുടെ രാവിലത്തെ റൂട്ടീൻ അതേപടി പിടിച്ചാലേ അതിന് ഒറിജിനാലിറ്റി ഉള്ളൂ. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്തോ കട്ട് ചെയ്തെന്ന് തോന്നും ആളുകൾക്ക്. നീ ധൈര്യമായിട്ട് പിടിച്ചോ. വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി. ഈ കുപ്പി കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ല. കുപ്പി കൊണ്ടുപോകേണ്ട കാര്യമില്ല. നീ മൊബൈലിനകത്ത് നോക്കണം കേട്ടോ. വെള്ളം അവിടെ ഉണ്ട്. ഞാനീ നടന്നു വരുന്നതാണ് ആൻസൂട്ടൻ്റെ ക്യാമറയിൽ പകരുന്നത്. മുടി വെച്ചു. ബീഫ് മൂന്ന് പാത്രം എടുക്കാൻ പോയതാണ്. എടാ എൻ്റെ ഓറഞ്ച് കൂടുണ്ടോ? ഓറഞ്ച് ചുമ്മാ അറിയില്ലോ. അതുകൊണ്ട് ഇത് കുഞ്ഞു ആപ്പിളാണ് കേട്ടോ. ഞാനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെക്കുന്നതാണ് വീട്ടിൽ എപ്പോഴും. ഇന്നലെ അവൾ പോയപ്പോൾ വാങ്ങിയതാണ്. കടയിൽ വന്നിരിക്കുമ്പോഴൊക്കെ തിന്നാലോന്ന് വെച്ചിട്ട്. ഇതെന്തുവാടാ എല്ലാവരും ഇങ്ങനെ പുറകെട്ടാ ഡിങ്കിടക്കിടിങ്. ഞാനങ്ങനെ വലിയ സീരിയസ് ആയി വെക്കുന്നല്ല കേട്ടോ. കുറച്ചുകൂടി സീരിയസ്നെസ് ആവാമെന്ന് പറയാം. നമ്മുടെ ആകെപ്പാടൊരു ജീവിതമുള്ളൂ. അതിങ്ങനെ സീരിയസ് ആയിട്ട് ഗും എന്ന് പിടിച്ചോണ്ടിട്ട് ചേട്ടന് സ്റ്റാർട്ടിങ് ട്രബിൾ വന്ന് വീഡിയോ ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴേ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഭയങ്കരമായ സന്തോഷം തന്ന ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയി. അങ്ങ് സൗദിയിൽ നിന്ന് 7ാം കടൽ താണ്ടി നമ്മളെ കാണാനായിട്ട് ഓടി വന്നിട്ട് പോയി. നമ്മുടെ വീഡിയോ കണ്ടിട്ട് 4:30 ഞാൻ കോളേജിൽ നിന്ന് ഇവിടെ എത്തും, പിന്നെ ഒരു 8 മണി വരെയൊക്കെ നമ്മളിവിടെ ഉണ്ടാകും എന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ട് ആ സമയത്ത് അന്വേഷിച്ച് ഇന്ന് കരിമണ്ണൂർ കഴിഞ്ഞാണ്, നമ്മുടെ കരിമണ്ണൂർ പള്ളിക്ക് തൊട്ട് മുമ്പായിട്ടാണ് കട എന്നൊക്കെ അറിഞ്ഞ്
റിൻസി എന്നാണ് പേര്. റിൻസിയും ഹസ്ബൻഡ് ജോമോനും കൂടി ഇതാ ഇപ്പം ഇവിടെ വന്നിട്ട് പോയുള്ളൂ. കണ്ടോഴി ഇങ്ങനെ ഗട്ടിയായിരുന്നു പേടിച്ച്. എന്നെ ഷെയ്ക്കാണ്ട് തന്നു ജോമോൻ. ആ ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ട്. ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ സന്തോഷം ചേട്ടൻ. അതൊന്നുമില്ല. അപ്പൊ അത് എന്റെ കയ്യിൽ ഇങ്ങനെ വന്നപ്പോ തൊട്ട് പോണോളം വരെ ഇങ്ങനെ മുറുക്ക് പിടിച്ചു. ഞാൻ നോക്കിയപ്പോഴാണ് റിൻസിയുടെ കൈ കിടന്നിങ്ങനെ വിറയ്ക്കുന്നു. അന്നേരം കണ്ടതിലുള്ള എക്സൈറ്റ്മെന്റ്, കണ്ണ് നിറയുന്നു, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒത്തിരി ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എപ്പോ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ചേട്ടനാണെങ്കിൽ സൗദിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ നിന്നങ്ങ് പറഞ്ഞ്. അങ്ങനെ 2 സബ്സ്ക്രൈബേഴ്സ് വന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 2 കസ്റ്റമേഴ്സ് വന്നു. വീഡിയോ എവിടെ കൊണ്ട് നിർത്തിയെന്നൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല സുഹൃത്തുക്കളെ, ഓർമ്മയില്ല. അതുകൊണ്ട് അല്ല ഇതിന് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അത് ആ പെങ്കൊച്ച് സൗദി അറേബ്യയിലുള്ള അവിടെയാണ് ജോലി. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ കുറേ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി, അടുത്തടുത്തുള്ള സ്ഥലമെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര സംസാരമായി. ഞാനങ്ങോട്ട് ഔട്ടായി. ഇല്ല, ഞാൻ ഔട്ടാക്കിയില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ നിൽക്കേണ്ട വന്നു. ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിച്ചതല്ലോ. എന്നിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ സൗദിക്ക് പോകും, ഞാൻ ഇനിയും സൗദിക്ക് പോകും. എന്റെ പാസ്പോർട്ട് ഉണ്ട്, എന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിക്കാത്ത ഞാൻ പറയും. അല്ലേ പറയാ, എന്റെ പാസ്പോർട്ട് ഉണ്ട്, ഡേറ്റ് ഉള്ള പാസ്പോർട്ട് ഉണ്ട്. എനിക്ക് പാസ്പോർട്ട് കിട്ടാൻ 3 ദിവസം മതിയെ. അല്ല, ഞാൻ എനിക്ക് 10-15 കൊല്ലം അവിടെ നിന്നെ അതിന്റെ ഞാൻ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എനിക്ക് സൗദിയ, പഴയ സൗദിയ, ഈ മിലിറ്ററി, എക്സ് മിലിറ്ററി എന്ന് പറഞ്ഞത് നമ്മളും അത് തന്നെ. സൗദി എക്സ്പ്രവാസി പോയിട്ട് വരുമ്പോഴില്ലേ സ്വർണം കൊണ്ടു തരുവോ? ഇല്ല, അത് മാത്രം ഇനി കൊടുത്തിട്ടില്ല, നിർത്തി. കൊടുത്തു മതിയായി. അതിന് ഞാൻ വേറൊരു വ്യക്തിയല്ലേ, എന്നെ വിശ്വാസം പറഞ്ഞു. അങ്ങനെയല്ല, പൊക്കവും ഇല്ല, അത് ഏറ്റവും കുഴപ്പം. ഇതാ പൊക്കം കുറവായി പോയി. കാരണന്മാരൊന്നും ഉണ്ടായി കഴിഞ്ഞപ്പോൾ കാലം പിടിച്ച് വലിച്ചില്ല, അതാ പറ്റി പൊക്കം കുറഞ്ഞു പോയത്. ചേട്ടൻ സൂപ്പറാണ്, എല്ലാരും പറയുക ചേട്ടൻ സൂപ്പറാണ്. ചേച്ചി ഔട്ടാവാന്ന് അല്ല, സബ്സ്ക്രൈബ് ചെയ്തവരാണ് നമ്മുടെ ചാനലായി കഴിഞ്ഞപ്പോ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അല്ല, ഞാൻ ഒരിക്കലും ഒരാളെ ഔട്ടാക്കൂല, എനിക്കത് ഇഷ്ടമല്ല. ചേട്ടനെ ആരെങ്കിലും ഔട്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും ഒരാളെ താത്തിട്ട് എനിക്ക് പോകുന്നൊന്നുമില്ല. നമ്മൾ ലെവലിൽ പോവാം, ഒരേ ലെവലിൽ പോവാം, അതേ ഉള്ളൂ എൻ്റെ കണക്ക്. സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരേപോലെ. എനിക്ക് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും പിന്നെന്തോ ദാരിദ്ര്യത്തിലും അത് വർത്താനം പറയുന്നത് ഒത്തിരി ഉണ്ട്. വേണ്ട, ഉള്ളതിലില്ലായ്മയിലും. നീ ഉണ്ടില്ലേലും അവളെ കൂട്ടുക, നീ ഉറങ്ങിയില്ലേലും അവളെ ഉറക്കുക. അത് നടക്കൂല, ഞാൻ എനിക്ക് ഉറക്കം കൂടാ. അയ്യോ, ഒരുപാട് പേര് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. ഭയങ്കര സന്തോഷം അവരെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴട്ടോ. ഇന്നലത്തെ വീഡിയോയ്ക്കൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ നെഗറ്റീവ് പറയുമെങ്കിൽ ആ നെഗറ്റീവ് പറയുന്നവരോട് നമുക്കൊന്നും പറയേണ്ടി ഒന്നും വരത്തില്ലേ. അതിൻ്റെ അടിയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കേൾക്കാം. ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാണല്ലോ അവർ നമുക്ക് വേണ്ടി വാദിക്കുന്നതെന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ കുറച്ച് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ചേട്ടൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. കടയിൽ വരുമ്പോഴും വീട്ടിലുള്ളപ്പോഴും ഉള്ള കേട്ടോ, അല്ലാതെ ആ ഫോണൊന്നും എടുക്കാറില്ല. പിന്നെ ഇതിലാകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അതിനകത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 8 മണിക്കാണ് പോസ്റ്റ് ചെയ്തെങ്കിൽ ഇന്നലെ നമുക്ക് നല്ല വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 19,000 ആയിട്ടോ ഇന്നലത്തെ വീഡിയോയുടെ. എന്താണെങ്കിലും അടിപൊളി 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 അടിപൊളി. എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ. സലീമ ഒരു കട്ടൻ ചായ എടുത്തു കേട്ടോ. ചെറിയ ഇന്റർവെൽ എനിക്ക് ഇന്റർവെല്ലൊന്നും ഇല്ല. വീഡിയോ എടുക്കാൻ പറ്റുണ്ടോ? വൈറലാക്കി തരാം. നമ്മുടെ ഫ്രണ്ടാ വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ചേട്ടനപ്പം ചായ എടുക്കാൻ പോയി. അമ്മയോടും മോനോടും പറയുന്ന പോലെ കൊഞ്ചാതെ സംസാരിക്കാൻ.
ഞാൻ എൻ്റെ പഴയൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്തുള്ള എൻ്റെ സംസാരം എല്ലാവരും കേൾക്കാം. ഞാൻ പോസ്റ്റ് ചെയ്യാത്തൊരു വീഡിയോ എൻ്റെ കയ്യിൽ ഇട്ടുണ്ട്. അത് ഞാൻ നാളെ പകലിടുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും കാണും. നമ്മുടെ പഴയ വീടൊക്കെ കാണാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ ആ വീട്ടിലെ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോഴും സേഫായിട്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ നാളെ പകലിടുന്നതായിരിക്കും. അമ്പിളി അനിൽ, ഇനി ഒരു ക്ലാരിറ്റി വീഡിയോയാണ്. ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരെയും കേട്ടോ. എന്നാലും ഒരു കാര്യം പറയട്ടെ, അടുക്കള ചേച്ചി കുറച്ചുകൂടി അടുക്കി ഒതുക്കി വെക്കണം. വലിയ അടുക്കളയല്ല, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അടുക്കള നന്നായി ഒതുക്കിയാൽ തന്നെ നല്ല ഒരു ഐശ്വര്യമാണ്. അടുക്കും ചിട്ടയും ചേട്ടന് നന്നായി ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടിലിരിക്കുന്നില്ല എങ്കിലും കിട്ടുന്ന സമയം വേണ്ടത് പാത്രങ്ങൾ ബെർത്തിന് മുകളിൽ വെക്കൂ. ബാക്കി നല്ലപോലെ ഒതുക്കിയാൽ മതി. അടുക്കള നിരന്നു കിടക്കുമ്പോൾ വൃത്തി തോന്നുന്നില്ല, ഒന്ന് നെഗറ്റീവായി തോന്നല്ലേ. കാരണം നമ്മൾ രാവിലെ പോകാനുള്ള തിരക്കാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കറികൾ 2-3 കൂട്ടം കറികളുണ്ടാകും. പിന്നെ ചോറ് എടുത്തു വെച്ച പാത്രം കാണും. പിന്നെ കഞ്ഞിവെള്ളം മാറ്റിയ പാത്രം കാണും. ഇങ്ങനെയുള്ള പാത്രങ്ങൾ, പിന്നെ ടിഫിൻ ബോക്സുകളെല്ലാം നിരന്നിരിപ്പുണ്ടാകും. ടിഫിൻ ബോക്സിലേക്ക് കൊണ്ടുപോകാനുള്ള കൂടുകളുണ്ട്. ഇതല്ലാതെ നമുക്ക് ആവശ്യമില്ലാതെ ഒരു പാത്രം പോലും ബർത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുക്കാറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ഒരു 30 മിനിറ്റ്, നമ്മൾ ഇതിനു മുമ്പ് അടുക്കള ഒതുക്കി വെക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ്, അടുക്കള ഒതുക്കിയാലും നമുക്ക് അന്നന്ന് എടുക്കേണ്ടുന്ന പാത്രങ്ങൾ മാത്രമേ നമ്മൾ താഴേക്ക് എടുക്കാറുള്ളൂ. അതാണ്. പിന്നെ 30 മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ നോക്കിയാൽ ഒരു വീട് മൊത്തം ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ആ കാര്യം നമ്മൾ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞത്. ഗാർഡൻ അടിപൊളി, താങ്ക് യു. അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ചേട്ടനാണ് കേട്ടോ. എനിക്ക് അതിൽ യാതൊരുവിധ കോൺട്രിബ്യൂഷൻസും ഇല്ല. ഓരോ റൂം വെച്ച് നീറ്റാക്കി ഹോം ടൂറ്, കിച്ചൺ ടൂറ് ഒക്കെ തായോന്ന്. ഹോം ടൂറ്, കിച്ചൺ ടൂറൊക്കെ തരണമെങ്കിൽ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഇരുന്ന് സമയം കിട്ടണം. അതുകൊണ്ടാണ് നമ്മളുടെ ഹോം ടൂറും കിച്ചൺ ടൂറും ഒന്നും വരാത്തത്. ഹോം ടൂറിനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെല്ലാം അതിനകത്തുനിന്ന് മാറ്റാനുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഹോം ടൂർ ഇടുന്നതായിരിക്കും. ചേട്ടൻ വിചാരിച്ച കാര്യങ്ങൾ നന്നായി നടക്കാൻ പ്രാർത്ഥിക്കാം. ഒരു കളങ്കവുമില്ല, നല്ല മനസ്സാണ്. പിന്നെ എൻ്റെ പേര് ബിന്ദു, ട്രിവാൻഡ്രം കിളിമാനൂറാണ് സ്ഥലം. ബിന്ദുസിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. 2 വർഷമായി കാണുന്നു. ഇപ്പോൾ ആദ്യമായാണ് ഞാൻ കമൻ്റ് ഇടുന്നത്. ബിന്ദുവിനെയും മകനെയും വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഹസിനെയും എല്ലാവരും വളരെ നിഷ്കളങ്കർ. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. ഒരു ജാടയുമില്ല. നല്ലൊരു ലൈഫ് കിട്ടിയതിൽ വളരെ സന്തോഷമെന്നും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഗോഡ് ബ്ലസ്. ബിന്ദു ചിലമ്പ് എൻ്റെ പേരുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് എൻ്റെ പേര് ആദ്യമായിട്ട് ഇത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ജോർജിയസ്, താങ്ക് യു. ജ്യോതി മേനോൻ, കൊഞ്ചിക്കോന്ന്. എൻ്റെ സംസാര രീതി ഇങ്ങനെയൊക്കെയാണെന്നേ. അത് അമ്മച്ചിയായിട്ടുള്ള വീഡിയോ, അമ്മച്ചി ഞാനും തമ്മിലുള്ള പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. പിന്നെ സാരമില്ല, ഹസിൻ്റെ മുന്നിലല്ലേ കൊഞ്ചല്. കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ. നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കൊഞ്ചണ്ടോടത്ത് കൊഞ്ചണം, ചിരിക്കേണ്ടോടത്ത് ചിരിക്കണം, ഗൗരവം കാണിക്കേണ്ടോടത്ത് ഗൗരവം കാണിക്കണം. പിന്നെ അങ്ങനെ എല്ലാ ഫീലിങ്സും വേണം. പേടിപ്പിക്കേണ്ടവരുടെ അടുത്ത് പേടിപ്പിക്കണം. പണ്ടൊക്കെ പറയും അടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയായിട്ട് വളർത്തണം. പക്ഷേ അങ്ങനെ അടക്കം ഒതുക്കമായിട്ട് വളർത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് വന്ന് അടുത്ത വിസ്മയം ഉത്രയൊക്കെ ആയിട്ട് മാറാതെ അടക്കാനും ഒതുക്കാനും കൂടി കഴിവുള്ള പെൺകുട്ടികളായിട്ട്, ആവശ്യമുള്ളിടത്ത് അടക്കം ഒതുക്കവും വേണം, ആവശ്യമില്ലാത്തടത്ത് അടക്കാനും ഒതുക്കാനുമുള്ള കഴിവും വേണം. അതാണ് എൻ്റെ പോളിസി. പിന്നെ നമ്മുടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് സിങ്കിലേക്കൊക്കെ ഇട്ട് അല്ലാത്ത എല്ലാം ഇട്ടിട്ടാണ് ഞാൻ രാവിലെ എനിക്ക് ഓടുന്നത്. കാരണം അമ്മച്ചി അതൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെല്ലാം മാറ്റി വയ്ക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓടിപ്പടച്ച് കിടന്ന് എല്ലാവരും ടിഫിൻ ബോക്സിലേക്കുള്ളതൊക്കെ എടുത്ത് വെച്ച്, ഞാനിപ്പോൾ പണ്ടത്തെ പോലെ എല്ലാവരും പണ്ട് 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ പറയുമായിരുന്നു 6 മണിക്ക് എഴുന്നേറ്റ് കൂടെ 6 മണിക്ക് എഴുന്നേറ്റ് ഇതെല്ലാം ഉണ്ടാക്കി എല്ലാം എടുത്ത് വെച്ച് വരുമ്പോഴത്തേക്ക് 2-2.5 മണിക്കൂർ എങ്ങനെ പോകും നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടാൽ അമ്മച്ചി വീട്ടിലിരിക്കുവാണ്. അമ്മച്ചി പാത്രമൊക്കെ കഴുകി വയ്ക്കും, മിറ്റം അടിച്ച് വയ്ക്കും. പിന്നെ ഇപ്പോൾ തുണി വാഷ് ചെയ്യണ്ട, വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. മനസ്സിലാക്കുമോ? പ്രൊഫൈൽ ഫോട്ടോ ചേട്ടനില്ല. പഴയ ഫോട്ടോയാണ് നമ്മൾ പ്രൊഫൈൽ ചേഞ്ച് ചെയ്തിട്ടില്ല. നല്ലൊരു ഫോട്ടോ എല്ലാവരും കൂടിയുള്ള ഇതുവരെ എടുത്തിട്ടില്ല. അതിന് സമയം കിട്ടിയിട്ടില്ല. ആയി കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോ ചേഞ്ച് ആക്കുന്നതായിരിക്കും. എന്തിനാ ചേട്ടാ എന്ന് വിളിക്കുന്നത്? ചായ എന്ന് വിളിക്കാൻ. നമ്മുടെ നാട്ടിലേക്ക് ചായ വിളി അച്ചായ വിളി അങ്ങനെ ഇല്ല കേട്ടോ. അതൊക്കെ ഓരോ രീതിയിലേക്കാണ്. നമ്മുടെ നാട്ടിലേക്ക് കൂടുതലും അത് ഏത് മതമാകട്ടെ ചേട്ടാന്ന് തന്നെ വിളിക്കുക. ചേട്ടായി എന്ന് വിളിക്കുന്നവരുമുണ്ട്, ചേട്ടാന്ന് വിളിക്കുന്നവരുണ്ട്. ഇച്ചായ അച്ചായ വിളിയൊക്കെ വളരെ ചുരുക്കം പേരിലേക്ക് ഈ ഭാഗത്തേക്കുള്ളൂ. ചില നാട്ടിൽ സഹോദരന്മാരെ അച്ചാച്ചാന്ന് വിളിക്കുന്നവരുണ്ട്.
ചില നാട്ടിലേക്ക് കുഞ്ഞാഞ്ഞ എന്ന് വിളിക്കുന്നവരുണ്ട്, ചേട്ടായി എന്ന് വിളിക്കുന്നവരുണ്ട്, ഏട്ട എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ വിളികളിലൊക്കെ പല നാട്ടിൽ പല രീതി. ഓപ്പെ എന്ന് വിളിക്കുന്നവരുണ്ട്. വ്ലോഗ് ഫോർ യുയിലൊക്കെ ഓപ്പ എന്നല്ലേ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ പല നാട്ടിലേക്കും പല വിളികളാണ്. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മുടെ പരസ്പര ധാരണയിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പേര് വിളിക്കുന്നവരില്ലേ, അതിലൊന്നൊരു കാര്യവും ഇല്ലെന്നേ. സോ സിമ്പിൾ. പിന്നെ എന്തുവാ, ജാക്സൺ എൻ്റെ ജയേട്ടനെ പോലെ എപ്പോഴും പണിയെടുക്കാനൊക്കെ നല്ല ഉഷാറാണ്. മുറ്റത്ത് പൂക്കൾ പൂന്തോട്ടം എല്ലാം ഉണ്ടെങ്കിൽ കാണാൻ ഭയങ്കര സന്തോഷമല്ലേ ബിന്ദുസേ. എൻ്റെ ലൈഫ് ഇപ്പോഴും അങ്ങോട്ട് സെറ്റിൽഡ് അങ്ങ് പൂർണ്ണമായിട്ടായി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒന്ന് അറേഞ്ചായിട്ട് വരണം. പിന്നെ ഈ നെഗറ്റീവ് കമൻസൊക്കെ അവിടെ കിടക്കട്ടെ. അവരുടെ പ്രൊഫൈൽ ഫുള്ള് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് എടുത്തിട്ട് വേറൊരു റീലാക്കും. പിന്നെ കുറച്ചധികം നെഗറ്റീവ് കമൻസൊക്കെ വരണം, എങ്കിലും നമ്മുടെ വീഡിയോ റീച്ചായി കിട്ടത്തുള്ളൂ. നെഗറ്റീവ് കമൻസ് കൂടുതൽ വന്നാലേ വീഡിയോ കൂടുതൽ റീച്ചായി പോകത്തുള്ളൂ. കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം, അതിൻ്റെ ഇടയിൽ റിപ്ലൈകൾ വന്നുകൊണ്ടിരിക്കണം. അപ്പം അതൊക്കെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ റീച്ചാവാൻ തന്നെയാണ് ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഞാൻ. വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.